ക്രിസ്മസിനെ കുറിച്ചുള്ള എൻ്റെ ഒരു നിർവചനം അർദ്ധരാത്രിയിലെ സൂര്യോദയം എന്നാണ്. നമുക്കറിയാം, അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിക്കാറില്ല. പക്ഷെ ഒരിക്കൽ ചരിത്രത്തിൽ അത് സംഭവിച്ചു. ഒരു പാതിരായ്ക്ക് സൂര്യോദയമുണ്ടായി. അതിനെയാണ് ക്രിസ്മസ് എന്ന് നാം പേർ വിളിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൽ പാതിരാത്രിക്ക് സദ്വാർത്തകൾ ഉണ്ടാകാറില്ല. നമ്മുടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കൂട്ടുക പാതിരാത്രിക്കാണ്. നോട്ട് നിരോധിച്ചതും ഒരു അർദ്ധരാത്രിക്കാണ്. അപ്പം നമ്മുടെ പ്രതികരണശേഷിയൊക്കെ ഉറക്കത്തിൽ കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നമ്മളിതൊക്കെ അറിയാവും. എന്നാൽ ഒരു സദ്വാർത്ത, ലോകം ശ്രവിച്ച ഏറ്റവും മനോഹരമായ സന്തോഷപ്രദമായ സുവിശേഷം ഒരു അർദ്ധരാത്രിക്കാണ് പറഞ്ഞത്. ലോകരക്ഷകനായ ക്രിസ്തു നമുക്ക് വേണ്ടി ബേത്ലഹേമിൽ പിറവിയെടുത്തു എന്നുള്ള മനോഹരമായ സന്ദേശം അർദ്ധരാത്രിയിൽ ശ്രവിച്ചു. അതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസായി നാം കൊണ്ടാടുന്നത്. ഈ നോട്ട് നിരോധിച്ച കാലത്ത് നടന്നൊരു സംഭവകഥയാണ്. നമുക്കറിയാം, ആ കാലത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചവരാണ്. ബാങ്കിൽ നിന്നൊക്കെ പണം വിഡ്രോ ചെയ്യുന്നതിന് പരിമിതികളുണ്ടായിരുന്നു. 2000 രൂപയോ മറ്റോ ആണ് ഒരു പ്രാവശ്യമായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ പണം വിഡ്രോ ചെയ്യാനായിട്ട് സാധാരണക്കാരായ നമ്മളൊക്കെ ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കും. ആകെ 2000 രൂപയാണ് കിട്ടുന്നത്. അത് തന്നെ കിട്ടണമെങ്കിൽ രാവിലെ വെളുപ്പിനെയൊക്കെ പോയി ക്യൂ നിൽക്കണം. അങ്ങനെ ഒരു ബാങ്കിന് മുമ്പിൽ നീണ്ട ക്യൂ ആണ്. 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയി ക്യൂ നിന്ന ആൾക്കാരുണ്ട്. ബാങ്ക് തുറന്നാൽ ഉടനെ ചെന്ന് ഈ 2000 രൂപ വിഡ്രോ ചെയ്യണം. അങ്ങനെ നീണ്ട ക്യൂ ഉള്ള ബാങ്കിൻ്റെ മുമ്പിലേക്ക് ഒരു 9 മണി ആയപ്പോഴത്തേക്ക് 2 സുമുഖരായ ചെറുപ്പക്കാർ ഈ ക്യൂ ഒന്നും ശ്രദ്ധിക്കാതെ ബാങ്കിൻ്റെ ആ ഡോറ് ലക്ഷ്യമാക്കി, വാതിൽ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. വളരെ ബുദ്ധിമുട്ടി ക്യൂ നിൽക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്കത് സഹിക്കുമോ? അവരെന്ത് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അവരെ ശ്രദ്ധിക്കാതെ ക്യൂ ജമ്പ് ചെയ്ത് ബാങ്കിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഈ ചെറുപ്പക്കാരെ ബാക്കി എല്ലാവരും കൂടെ കൈകാര്യം ചെയ്തു. നന്നായി മർദ്ദിച്ചൊതുക്കി താഴെയിട്ടു. അവരൊന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി, ഒന്ന് ശ്വാസമൊക്കെ വിട്ടു. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവർ ആ കതക് ലക്ഷ്യമാക്കി, ബാങ്ക് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങിയപ്പോൾ ക്യൂ നിന്ന് എല്ലാവരുടെ അവരെ വീണ്ടും മർദ്ദിച്ചു. ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കുന്നത് നിനക്ക് കാണാൻ മേലെ, നിനക്കൊക്കെ എന്താ ഇത്ര ഗമ എന്താണെന്ന് ചോദിച്ചാൽ അവർ ശരിക്കും മർദ്ദിച്ചു. ഇത് 3 പ്രാവശ്യം ആവർത്തിച്ചു. 3 പ്രാവശ്യം അവർ നന്നായിട്ട് തല്ലുകൊണ്ട് മർദ്ദനമേറ്റു. 3-ാമത്തെ പ്രാവശ്യം നിലത്ത് നിന്ന് എഴുന്നേറ്റ് ചുറ്റും ഒന്ന് നോക്കി. അല്പ ഗൗരവത്തോടുകൂടി തങ്ങളെ മർദ്ദിച്ച് എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് 2 പേരോട് പറയുക, നിനക്കൊക്കെ ഇത്രയും ഗമയാണെങ്കിൽ ഇന്ന് ബാങ്ക് തുറക്കുന്നില്ലെന്ന്. മനസ്സിലായില്ലേ? നിനക്കൊക്കെ ഇത്രയും ഗമയാണെങ്കിൽ ഇന്ന് ബാങ്ക് തുറക്കുന്നില്ലെന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇവർ 2 പേരിൽ ഒരാൾ ഇതിൻ്റെ മാനേജരും മറ്റേയാൾ ഈ തുറക്കുന്ന പ്യൂണുമായിരുന്നു എന്ന്. പക്ഷെ അത് അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. ആ 2 പേരെയും അവർ മർദ്ദിച്ചൊതുക്കി കഴിഞ്ഞു. ഇതൊരു ക്രിസ്മസ് സന്ദേശമാണ്. നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തുന്നവർ, മർദ്ദിച്ചൊതുക്കുന്നവർ, അടിച്ചമർത്തുന്നവർ, ബഹിഷ്കരിക്കുന്നവർ, അവരാരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്കും വൈകുകയാണ്. അത് യേശുമാരാണ്, മനുഷ്യപുത്രന്മാരാണ്, അത് ദൈവമാണ്, ഈശ്വരനാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വൈകിയാണ് ഉണ്ടാകുന്നത്. ഇപ്പം ക്രിസ്മസ് എന്ന് പറയുന്നത് ദൈവം അടിച്ചമർത്തപ്പെട്ടവരോട്, ചവിട്ടി മെതിക്കപ്പെട്ടവരോട്, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അതാ, ഓണം അതാണ്, ചവിട്ടി മെതിക്കപ്പെട്ടവരുടെ തിരിച്ചുവരവാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല നമ്മൾ ആഘോഷിക്കാറെന്ന് മാത്രമേ. ക്രിസ്മസും അതാണ്. ദൈവം പാവപ്പെട്ടവരുമായി, മർദ്ദിതരുമായി, ഭക്ഷണമില്ലാത്തവരായി, ആഹാരമില്ലാത്തവരായി, നല്ല പാർപ്പിടമില്ലാത്തവരുമായി, നല്ല വസ്ത്രമില്ലാത്തവരുമായി ഏകീഭവിക്കുന്ന, ഐക്യദാർഢ്യപ്പെടുന്നതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? എങ്ങനെയാവണം എന്ന് ചിന്തിക്കുവാൻ
ഈ ദിവസങ്ങൾ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഓർമ്മയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രമാണ്. ഈ 3 മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെട്ടതിൻ്റെ രാത്രിയായിരുന്നു ക്രിസ്മസ് രാത്രി. ഇന്ന് നമ്മൾ പാടുന്നത് പോലെ, ഇനിയും പാടാൻ പോകുന്നത് പോലെ ഒരു സൈലന്റ് നൈറ്റ് ആയിരുന്നില്ല അന്നത്തെ രാത്രി. ആക്ച്വലി ഇറ്റ് വാസ് എ വയലന്റ് നൈറ്റ്. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ സൈലന്റ് നൈറ്റ്. പാടുമ്പോൾ നമ്മളങ്ങനെ പാടിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാട്ടുകളൊക്കെ തിരുത്തേണ്ട സമയമായി. ഇന്നും അത് ആവർത്തിക്കുകയാണ്. എവിടെയാണോ ആദ്യത്തെ ക്രിസ്മസ് ഉണ്ടായ പലസ്തീനിൽ, അവിടുത്തെ ജനങ്ങൾക്ക് ക്രിസ്മസ് ഇല്ല. അവിടെ സമാധാനമില്ല, അവിടെ ഭക്ഷണമില്ല. ഗാസ, നമുക്ക് എത്ര പേർക്കറിയാം? കുഞ്ഞുങ്ങൾ റാമയിലൊരു വിലാപം കേട്ടില്ലേ, നമ്മൾ വായിക്കുന്നില്ലേ? അതിന്ന് ഗാസയിലാണ് കുഞ്ഞുങ്ങളുടെ വിലാപം. ആശുപത്രികളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ വെട്ടമില്ല, കറണ്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, സർജറിക്ക് ബ്ലഡില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, നല്ല വസ്ത്രമില്ല. നമ്മൾ എത്ര പേര് ഇത് അറിയുന്നുണ്ട്? ഗാസ വരെ പോകണ്ട, നമ്മുടെ ചുറ്റും നല്ല ഭക്ഷണം കഴിക്കാനില്ലാത്തവർ, നല്ല വസ്ത്രമില്ലാത്തവർ, മരുന്നിന് നിവൃത്തിയില്ലാത്തവർ എത്രയോ പേരുണ്ട്. അവരുടെ ദുഃഖവും പ്രയാസവും കണ്ടാണോ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറ്, പുതുവത്സരത്തിലേക്ക് കടക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ ഈ രാവ്, നമ്മുടെ ഗാന ശുശ്രൂഷ, നമ്മുടെ ശ്രവണമൊക്കെ നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഡേവിസ് ചിറമേലച്ചനെ നമുക്കറിയാവുന്നത് കിഡ്നി അച്ഛൻ എന്ന പേരിലാണ്. അദ്ദേഹം നമുക്കറിയാവുന്ന ഒരു പേരായത്, അദ്ദേഹത്തിന് നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ 2 വൃക്കകളുണ്ടായിരുന്നു. അതിലൊന്ന് വൃക്കകൾ 2 നഷ്ടപ്പെട്ട് മരണാസന്നനായി കിടന്ന ഒരു ഗോപിനാഥൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് സമ്മാനിച്ചപ്പോഴാണ്. അച്ഛൻ ഒരിക്കൽ ഇതുപോലെ ഒരു വലിയ പള്ളിയുടെ, ഫൊറോന പള്ളിയുടെ വികാരിയായിട്ടിരിക്കുകയാണ്. ഒരു ക്രിസ്മസ് നാളിൽ അച്ഛൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ഈ വലിയ പള്ളിയിൽ, ഫൊറോന പള്ളിയിൽ മനോഹരമായ പുൽക്കൂടുണ്ട്. ഒരു 5 സ്റ്റാർ പുൽക്കൂട് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പുൽക്കൂടാണ്. പക്ഷെ എനിക്ക് ഈ പള്ളി കൂടാതെ ഒരു ചെറിയ ചാപ്പലുണ്ട്, പാവപ്പെട്ടവരുടെ ഒരു പള്ളിയുണ്ട്. അവിടെ അവരുടെ മുറ്റത്ത് പുൽക്കൂടില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അടുത്ത വർഷത്തെ ക്രിസ്മസിന് എൻ്റെ കൊച്ചുപള്ളിയിൽ ഒരു പുൽക്കൂട് ഒരുക്കണം. നിങ്ങളതിന് സഹായിക്കണം. 3 ലക്ഷം രൂപ തരണം. അവർക്കറിയാവുന്ന ചിറമേലച്ഛൻ അങ്ങനെ പറയില്ല എന്നവർക്കറിയാം. പക്ഷേ അച്ഛനല്ലേ പറഞ്ഞത് എന്നുകൊണ്ട് അവർ വിശ്വസിച്ചു. 3 ലക്ഷത്തിൻ്റെ പുൽക്കൂടിൽ വിശ്വസിക്കുന്ന ആളല്ല അച്ഛനെങ്കിലും അച്ഛനത് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അവർ പണം പിരിച്ചു കൊടുത്തു. പിറ്റേ വർഷം ക്രിസ്മസായി. അച്ഛൻ വലിയ പള്ളിയിലെ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തിട്ട് അച്ഛൻ അവിടെ ഒരുക്കിയ പുൽക്കൂട് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് വലിയ പള്ളിയിലെ ജനങ്ങളുമായിട്ട് കൊച്ചുപള്ളിയിലേക്ക് യാത്രയാണ്. ആ ചാപ്പലിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് ചിറമേലച്ഛൻ തൻ്റെ ഇടവക ജനങ്ങളെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് ഗതി മാറ്റി നയിച്ചു. ആ പള്ളിക്ക് അടുത്തുള്ള ഒരു ചെറിയ ഭവനത്തിലേക്ക്. അവരെല്ലാവരും ഞെട്ടിപ്പോയി. ആ വീട് അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ കൊടുത്ത 3 ലക്ഷം രൂപയും അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ പണം കൂടെ ചേർത്ത് അച്ഛൻ ആ 1 കൊല്ലം കൊണ്ട് നിർമ്മിച്ച ഒരു പുതിയ ഭവനത്തിൻ്റെ കൂദാശയ്ക്ക് വേണ്ടിയായിരുന്നു അച്ഛൻ വലിയ പള്ളിയിലെ ജനങ്ങളുമായിട്ട് അവിടേക്ക് പോയത്. ആ ഭവനത്തിലെത്തിയപ്പോൾ ഇടവക്കാരോട് അച്ഛൻ പറഞ്ഞു, ഇത് ഒരു മറിയയും യൗസേപ്പും ഒരു ഉണ്ണീശോയും വസിക്കുന്ന ഒരു പുൽക്കൂടാണ്. ഇവിടെ ഒരു മാതാവും പിതാവുമുണ്ട്, അവർക്കൊരേക മകനായ കുഞ്ഞുമുണ്ട്. ഇന്നലെ വരെ അവർക്കൊരു വീടില്ലായിരുന്നു. അവർ ചെറിയ ഷെഡിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കൊരു വീടൊരുക്കുവാനായിട്ടാണ് പുൽക്കൂട് ആവശ്യപ്പെട്ടത്. അന്ന് ഞാൻ ആവശ്യപ്പെട്ട പുൽക്കൂടാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്ന ഈ പുതിയ ഭവനം എന്ന്
അച്ഛൻ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെയല്ലേ ക്രിസ്മസ് ആഘോഷിക്കേണ്ടത്? ഞാൻ പലപ്പോഴും ഈ കാലത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പല പള്ളികളിലും വലിയ അരമനകളിലും ഹർമ്മ്യങ്ങളിലുമൊക്കെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ മുന്നോട്ട് നോക്കുമ്പോൾ മുമ്പിൽ 5 സ്റ്റാർ പുൽക്കൂടുകൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. 2024 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ ഒരു പുൽക്കൂട് ഉണ്ടായത് എങ്ങനെയാണ്? ആരും വീട് തുറന്നു കൊടുക്കാത്തത് കൊണ്ട്, ആരും സത്രം തുറന്നു കൊടുക്കാഞ്ഞതുകൊണ്ട്, ആരും പള്ളി തുറന്നു കൊടുക്കാഞ്ഞതുകൊണ്ട്, മനുഷ്യപുത്രന് പിറവിയെടുക്കുവാൻ ഇടം ലഭിക്കാത്തത് കൊണ്ടാണ് ഒരു പുൽക്കൂട് ആവശ്യമായി വന്നത്. എന്നാൽ ഇന്നും നമ്മളത് തുടരുകയില്ല. നമ്മളുടെ ഉള്ളം തുറന്നു കൊടുക്കുവാൻ, നമ്മുടെ വീട് തുറന്നു കൊടുക്കുവാൻ, നമ്മുടെ ഭവനം തുറന്നു കൊടുക്കുവാൻ, പള്ളി തുറന്നു കൊടുക്കുവാൻ, നമുക്കുള്ള ഇടങ്ങളൊക്കെ തുറന്നു കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ പിന്നീട് പുൽക്കൂട് ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളിപ്പോഴും പറയുന്നത്, ഞങ്ങളുടെ ഇച്ചിരി വലിയ വീടാണ്, അരമനയാണ്, അകത്തോട്ട് വരണ്ട യേശുവേ, പുറത്ത് 5 സ്റ്റാർ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അവിടെ വസിച്ചാലും അകത്ത് കയറി ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് നമ്മളിപ്പോഴും അറിഞ്ഞോ അറിയാതെയോ മനുഷ്യപുത്രനോട് പറയുകയാണ്. ഇടം നിഷേധിക്കപ്പെട്ടവനായി, ഇടമില്ലാത്തവരുടെ പ്രതിനിധിയായി അവരോട് ഐക്യദാർഢ്യം അർപ്പിച്ച്, ഭവനരഹിതരോട് ഏകീഭവിച്ച്, അപ്പമില്ലാത്തവരോട് ഏകീഭവിച്ച്, വസ്ത്രമില്ലാത്തവരോട് ഏകീഭവിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന മനുഷ്യപുത്രനെ. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് അത്തരക്കാരിലാണ്, പാവപ്പെട്ടവരിലാണ്, പതിതരിലാണ്, നിന്ദിതരിലാണ്, പീഡിതരിലാണ്. അവരിൽ യേശുവിനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ പെട്ടെന്ന് അവസാനിപ്പിക്കും. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 25 വർഷമായി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് തീരം എന്നൊരു കുടുംബവുമായിട്ടാണ്. മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള 180ഓളം കുട്ടികളുടെ ഒരു വലിയ കുടുംബമാണ്. ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടികളുടെ ഒരു കലാസംഘമുണ്ടാക്കി. നവയാനം എന്ന പേരിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കുട്ടികളുടെ കലാപരിപാടികൾ, ഒരു സ്റ്റേജ് ഷോ, 1 hour സ്റ്റേജ് ഷോ സംഘടിപ്പിച്ചു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പൗരപ്രമുഖർക്ക് മുമ്പിൽ, പൗരസദസ്സിന് മുമ്പിൽ ഞങ്ങൾ കുട്ടികളുടെ പരിപാടി അവതരിപ്പിച്ചു. അതൊരു കോൺഷ്യൻറ്റൈസേഷൻ, അവയർനെസ് പ്രോഗ്രാമായിട്ടായിരുന്നു. ഈ കുട്ടികൾക്കും കഴിവുണ്ട്, ഇത്രയും കഴിവുണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട നിമിഷങ്ങളായിരുന്നു അത്. കോഴിക്കോട് എത്തിയപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുട്ടിയും അവൻ്റെ അമ്മയും കൂടെ എൻ്റെ അടുക്കൽ വന്നു. അമ്മ എന്നോട് പറഞ്ഞു, പിതാവേ, ഞാൻ 4 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരമ്മയാണ്. 4 പ്രാവശ്യവും ഞാൻ പരാജയപ്പെട്ടു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ഈ മകൻ കാരണമാണ്. ഇവൻ എൻ്റെ ഏകജാതനാണ്, ഏകപുത്രനാണ്. അവൻ പ്രൊഫൗണ്ട്ലി ചലഞ്ച്ഡാണ്. അവൻ്റെ ശാരീരിക സ്ഥിതി അങ്ങനെ ആയതുകൊണ്ട്, മാനസിക നിലവാരം അങ്ങനെ ആയതുകൊണ്ട് അവനെ മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുന്നില്ല. അവൻ പെട്ടെന്ന് വയലൻ്റ് ആയെന്നിരിക്കും, പെട്ടെന്ന് ഇറങ്ങി ഓടിയെന്നിരിക്കും, ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചു എന്നിരിക്കും. പക്ഷേ അതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത സമൂഹം അവനെ നിന്ദിക്കുകയാണ്, പരിഹസിക്കുകയാണ്, അവനെ തുപ്പുകയാണ്, എറിയുകയാണ്, കല്ലെറിയുകയാണ്, ഉപദ്രവിക്കുകയാണ്, മർദ്ദിക്കുകയാണ്. ഒരമ്മ, പെറ്റ അമ്മയ്ക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും? എത്ര നാൾ? അതോർത്ത് ഞാൻ 3-4 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യവും മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ മകൻ്റെ ചിത്രം വരും. ഞാൻ ഈ ലോകത്തു നിന്ന് പോയാൽ എൻ്റെ മകൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനുള്ളപ്പോൾ ഞാനെങ്കിലും ഉണ്ട് അവനെ സ്നേഹിക്കാൻ. പക്ഷെ ഞാനോടില്ലാതെയായാൽ അവൻ്റെ ഗതി എന്താകുമെന്ന് ആലോചിച്ച് എനിക്ക് മനസ്സമാധാനം കിട്ടാതെ ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്നോട് പറഞ്ഞു, അച്ഛൻ അറിയാമോ, ഞാൻ ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും ഒരിക്കലും മുടക്കം കൂടാതെ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട്. ഒരിക്കലും മുടക്കം വരാത്ത ആ പ്രാർത്ഥന അതിങ്ങനെയാണച്ചോ, എൻ്റെ ദൈവമേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകൻ മരിക്കണേ, എന്നെ എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മകനെ അവിടുന്ന് തിരിച്ചെടുക്കണമേ. ഇത് പറയുമ്പോൾ അവർ വിങ്ങിപ്പൊട്ടുകയാണ്.
അവരെന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ സ്നേഹിക്കാത്തത് കൊണ്ടല്ല അച്ചോ, ഈ ലോകത്തിലെ ഏറ്റവും അധികം ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആദ്യമേ മരിച്ചാൽ അവനെ നോക്കാൻ ആരുണ്ട്, അവൻ്റെ ഗതി എന്താകുമെന്നോർത്താണ് അങ്ങനെ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞ് ആ അമ്മ വിങ്ങിപ്പൊട്ടിയപ്പോൾ ഞാൻ അമ്മയെ ചേർത്ത് പിടിച്ച് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഇനി അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ആരാദ്യം മരിക്കണം എന്ന് ദൈവം തീരുമാനിക്കട്ടെ. അമ്മ ആദ്യം മരിച്ചാൽ അമ്മയുടെ മകൻ അനാഥനാവില്ല, അവൻ സനാഥനാണ് ഇന്നു മുതൽ. അവനെ ഞങ്ങളുടെ മകനായി കൂടെ വളർത്തും എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നും ആ അമ്മയും മകനും ജീവിച്ചിരിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിത് പറഞ്ഞത് ഇങ്ങനെ ദിവസേന കരയുന്ന ധാരാളം മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത ധാരാളം പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ആഘോഷങ്ങളിൽ ഒരു നല്ല വസ്ത്രമെടുത്ത് പുറത്തേക്ക് വരാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്, നല്ല ഭവനമില്ലാത്തവരുണ്ട്, മരുന്നിന് നിവൃത്തിയില്ലാത്തവരുണ്ട്. അവരോടൊപ്പം നമുക്കുള്ളതിനെ പങ്കുവയ്ക്കുവാൻ, അവരോടൊപ്പം അവരിൽ ക്രിസ്തുവിനെ കണ്ട്, ഉണ്ണി യേശുവിനെ കണ്ട് ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കെവിൻ കാർട്ടേഴ്സ് എന്ന് പറയുന്ന സുപ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ ലോകപ്രശസ്തമായ ചിത്രങ്ങൾ പരക്കെ പ്രശസ്തി ആർജിച്ചതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ചിത്രമെന്ന് പറയുന്നത് നെറ്റിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഒരു പട്ടിണി രാജ്യത്തെ, ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു പട്ടിണിക്കോലത്തിൻ്റെ ചിത്രമാണ്. ഒരു കറുത്ത ബാലൻ, നഗ്നനായ ബാലൻ, അവനിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ്, മണ്ണിൽ കൂടെ ഇഴഞ്ഞിഴഞ്ഞ് തൊട്ടു മുമ്പിലുള്ള ഒരു വേസ്റ്റ് ബിൻ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ആ വേസ്റ്റ് ബിന്നിൽ നമ്മളെപ്പോലെയുള്ളവർ കഴിച്ചിട്ട് മിച്ചം വന്ന വേസ്റ്റ് ഭക്ഷണം നിക്ഷേപിച്ചിരിക്കുന്ന ആ ബിന്ന് ലക്ഷ്യമാക്കി ഇഴഞ്ഞു നീങ്ങുന്ന ഈ ബാലൻ്റെ ചിത്രം. ആ ബിന്നിൻ്റെ തൊട്ടു മുമ്പിൽ ഒരു കഴുകൻ്റെ ചിത്രമുണ്ട്. ഈ ബാലൻ ഏതു നേരവും അന്ത്യശ്വാസം വലിക്കാം, അവൻ മരിച്ചു വീഴുമ്പോൾ അവനെ കൊത്തിയെടുത്ത് പറക്കുവാൻ കാത്തിരിക്കുന്ന കഴുകനും. ഈ ചിത്രം കാർട്ടേഴ്സിന് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു. ഒരിക്കൽ അദ്ദേഹത്തെ അനുമോദിക്കുവാനായിട്ട് ജനീവയിൽ കൂടി ഒരു സമ്മേളനത്തിൽ ധാരാളം പേർ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു. അവാർഡ് സ്വീകരിച്ച് മറുപടി പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന കെവിൻ കാർട്ടേഴ്സിനെ നോക്കി സദസ്സിലുണ്ടായിരുന്ന ഒരു അമ്മ എഴുന്നേറ്റൊരു ചോദ്യം, മിസ്റ്റർ കാർട്ടേഴ്സ്, ബട്ട് വേർ ഈസ് ദ ചൈൽഡ്? കാർട്ടേഴ്സ്, ആ ബാലൻ എവിടെ? നിങ്ങൾക്ക് സമ്മാനങ്ങൾ വാരിക്കൂട്ടുവാൻ കാരണമായ ആ ബാലൻ എവിടെ? ആ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹത്തിന് ഉത്തരം മുട്ടി. അന്നേരം മാത്രമാണ് കെവിൻ കാർട്ടേഴ്സ് താൻ ലോകത്തിന് കാണിച്ചു കൊടുത്ത ബാലനെ കുറിച്ച്, അവനൊരു ഗ്ലാസ് പച്ചവെള്ളം വേണമെന്ന് ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അവനൊരു റൊട്ടിക്കഷ്ണം വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, അവൻ്റെ പട്ടിണി ലോകത്തെ കാണിച്ചു കൊടുത്തതല്ലാതെ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് അദ്ദേഹത്തിന് മനസാക്ഷിക്കുത്തുണ്ടായി. അദ്ദേഹം ഉറങ്ങിയില്ല അന്ന് രാത്രി. ദിവസങ്ങളോളം അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. അവസാനം കുറ്റബോധം തോന്നിയ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ചരിത്രം കഥ പറയുന്നത്. ക്രിസ്മസും പുതുവത്സരത്തിലേക്ക് കടന്നു കയറുന്ന നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ആ സദസ്സിൽ, ജനീവയിലെ ആ സദസ്സിൽ അമ്മ കെവിൻ കാർട്ടേഴ്സിനോട് ചോദിച്ചത്, വേർ ഈസ് ദ ചൈൽഡ് ഇൻ അവർ സെലിബ്രേഷൻസ്? വേർ ഈസ് ദ ബോയ് ക്രൈസ്റ്റ് ഇൻ അവർ ക്രിസ്മസ്? എവിടെയാണ് യേശു എന്ന ബാലൻ നമ്മുടെ ആഘോഷങ്ങളിൽ? എവിടെയാണ് നമ്മുടെ പുതുവത്സര ആഘോഷങ്ങളിൽ യേശു എന്ന ബാലൻ? ആ ശിശു എവിടെ? അതിനുത്തരം നൽകുവാൻ നമ്മുടെ ആഘോഷങ്ങൾക്ക് സാധിക്കട്ടെ. മദ്യത്തിലും ലഹരിയിലും ആഡംബരങ്ങളിലും ധൂർത്തിലും ആ ഉണ്ണി ഈശോയെ നഷ്ടപ്പെടുത്താതെ പാവപ്പെട്ടവരുമായി ഒരു ഗ്ലാസ് പച്ചവെള്ളം നിങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അത് എനിക്ക് തരുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ കർത്താവിനെ പാവപ്പെട്ടവരുടെയും മർദ്ദിതരുടെയും ഇടയിൽ കണ്ടെത്തുവാൻ നമുക്ക് ശ്രമിക്കാം. അവരുമായി നമുക്കുള്ളതിന് പങ്കുവെച്ച് ക്രിസ്മസും പുതുവത്സരവും എല്ലാ ആഘോഷങ്ങളും നിവർത്തിക്കുവാൻ ഇനിയുള്ള കാലം നമുക്ക് സാധ്യമാകട്ടെ. ബലഹീന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ച് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.